ഹൈ ഓൾ, വെൽക്കം ടു ഇൻസ്പയർ ടെക്നിക്കൽ PSC. അപ്പൊ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ എക്സ്പെഷ്യലി ഫോർ കേരള വാട്ടർ അതോറിറ്റി ഓവർസീസ് ഗ്രേഡ് 3 വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്ഷൻ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നമ്മൾ നോർമലി ചെയ്യുന്ന ഒരു റിവിഷൻ ചെയ്യുന്ന രീതിയാണ് ക്വസ്റ്റ്യൻ വിത്ത് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്ന ഒരു രീതി. അപ്പൊ ആ രീതിയിൽ തന്നെ നമുക്ക് പോവാം. അപ്പോൾ സ്ഥിരമായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതിന്റെ അനുബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, അണ്ടർ വിച്ച് ക്ലാസിഫിക്കേഷൻ മെറ്റീരിയൽ ക്ലേ പ്രൊഡക്റ്റ് ഫാൾസ്. ഓക്കെ, ക്ലേ പ്രൊഡക്റ്റ് ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഏതാണ് ചോദ്യം? ക്ലേ പ്രൊഡക്ട്സ് വരുന്ന കാറ്റഗറി ഏതാണ്? ഓപ്ഷൻ എ പറയുന്നു സിവിൽ, ഓപ്ഷൻ ബി പറയുന്നു ഇലക്ട്രിക്കൽ, ഓപ്ഷൻ സി പറയുന്നു ഇലക്ട്രോണിക്, ഓപ്ഷൻ ഡി പറയുന്നു മെക്കാനിക്കൽ. ഒരു എന്താ പറയുക, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. സാധാരണ നമ്മുടെ ഗ്രേഡ് 3 എക്സാമിനേഷൻസിനൊക്കെ വരുന്നത് നോർമലി ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരിക. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുമ്പോൾ ഒരു കൃത്യമായ സ്ട്രാറ്റജി ഫോളോ ചെയ്യണം. ഓക്കെ, കാരണം നമ്മൾ കുറെ കാര്യങ്ങൾ വായിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ എല്ലാം നമ്മൾ വായിച്ചതായിരിക്കും വന്നിട്ടുണ്ടാവുക. പക്ഷെ നമുക്ക് കിട്ടേണ്ട സ്കോർ നമ്മൾ സ്കോർ ചെയ്തിട്ടുണ്ടാവില്ല. ഒന്നും കൂടെ റിവൈസ് ചെയ്യാമായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ റിവിഷൻ ആണ് നമുക്കിവിടെ വേണ്ടത്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ നമുക്ക് ആവശ്യമാണ്. അപ്പൊ ഇവിടെ നമുക്ക് അറിയേണ്ടത് സിവിലിന്റെ അണ്ടറിൽ ഏതൊക്കെ മെറ്റീരിയൽസ് വരുന്നുണ്ട്, ഇലക്ട്രിക്കലിൽ എന്തൊക്കെ വരുന്നുണ്ട്, ഇലക്ട്രോണിക്കൽ എന്തൊക്കെ വരുന്നുണ്ട്, മെക്കാനിക്കൽ എന്തൊക്കെ വരുന്നുണ്ട്. ഇത് കൃത്യമായി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായ ആൻസറിലേക്ക് എത്താൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഗസ് ചെയ്ത് ആൻസറിലേക്ക് എത്തേണ്ടി വരും. ഓക്കെ, എനിവേ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ സിവിൽ കാറ്റഗറി ആണെന്ന് പറയാൻ പറ്റും. എന്നിരുന്നാലും നമുക്ക് പ്രധാനമായിട്ടും മൂന്നായിട്ട് കാറ്റഗറി ചെയ്യുന്നു, സിവിൽ, ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ. ഓക്കെ, ഇലക്ട്രോണിക് കാറ്റഗറി സാധാരണ ഇല്ല. സിവിൽ, ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ ആണ് നോർമലി മെറ്റീരിയൽസിനെ കാറ്റഗറി ചെയ്യുന്നത്. അതായത് നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് ഒക്കെ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഇതൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് മാത്രമാണ് അതിലേക്ക് പോകുള്ളൂ. ഓക്കെ, ഇപ്പൊ ഞാൻ ഓൾറെഡി ഇപ്പൊ നമുക്ക് തോന്നുന്നു ഒരു 70 ക്ലാസ് കഴിഞ്ഞു. അതായത് ഇതിന്റെ ഡീറ്റെയിൽ ക്ലാസ് ഒക്കെ കഴിഞ്ഞതാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യണം. ഇപ്പൊ സിവിൽ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് സ്റ്റോൺ, ക്ലേ പ്രൊഡക്ട്സ്, ലൈം, സിമെന്റ്, കോൺക്രീറ്റ്, മോട്ടാർ, ടിമ്പർ. ഇത്രയും കാര്യങ്ങളാണ് സിവിലിന്റെ അണ്ടർ കാറ്റഗറി വരുന്നത്. അതുപോലെ തന്നെ ഏതൊക്കെയാണ്? ബിൽഡിംഗ് സ്റ്റോൺ ഉണ്ട്, ക്ലേ പ്രൊഡക്ട്സ് ഉണ്ട്, ലൈം ഉണ്ട്, സിമെന്റ് ഉണ്ട്, കോൺക്രീറ്റ് ഉണ്ട്, മോട്ടാർ ഉണ്ട്, ടിമ്പർ ഉണ്ട്. ആർക്കും യാതൊരു സംശയമില്ല. സിവിലുകാരെ സംബന്ധിച്ച് യാതൊരു സംശയം ഇവിടെ നിന്ന് വരേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ഏതൊക്കെയാണ്? സ്റ്റോൺ, ക്ലേ, ലൈം, സിമെന്റ്, കോൺക്രീറ്റ്, മോട്ടാർ, ടിമ്പർ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ഏതാണെന്ന് നോക്കാം അല്ലെ. ഇലക്ട്രിക്കൽ മെറ്റീരിയൽസ്. ഇലക്ട്രിക്കൽ മെറ്റീരിയൽസ് വീണ്ടും നമ്മൾ 4 ആയിട്ട് തരംതിരിക്കും. കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, മാഗ്നറ്റിക് മെറ്റീരിയൽസ്. കണ്ടക്ടേഴ്സിൽ കോപ്പർ, അലൂമിനിയം, അയൺ ആൻഡ് സ്റ്റീൽ തുടങ്ങിയ കാര്യങ്ങളായിട്ട് പോകുന്നു. സെമി കണ്ടക്ടേഴ്സ് പ്രധാനമായിട്ടും സിലിക്കൺ ആൻഡ് ജർമ്മനി ആണുള്ളൂ. ഇൻസുലേറ്റേഴ്സിലെ ആസ്ബറ്റോസ്, മൈക്ക, വാർണിഷ്. അപ്പോൾ 3 മെറ്റീരിയൽ അവിടെ വന്നു. മാഗ്നറ്റിക് മെറ്റീരിയൽ ബേക്കലൈറ്റ്, അയൺ, നിക്കൽ, കൊബാൾട്ട്. അപ്പൊ ഇവിടെയാണ് നമുക്ക് സംശയം വരിക. ഓക്കെ, അതായത് സെമി കണ്ടക്ടേഴ്സിൽ വരുന്ന സിലിക്കോൺ, ജർമ്മനി ബിലോങ്സ് ടു വിച്ച് ഗ്രൂപ്പ് എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പുള്ള ഇൻട്രോഡക്ഷൻ ക്ലാസ്സിൽ നമുക്ക് ഇലക്ട്രോണിക് ക്ലാസിഫിക്കേഷൻ ഇല്ല. അതവിടെ ശ്രദ്ധിക്കുക. അപ്പൊ എന്തിന്റെ കാറ്റഗറി തന്നെയാണ് വരുന്നത്? ഇലക്ട്രിക്കൽ മെറ്റീരിയൽസ് കാറ്റഗറി തന്നെയാണ് ഇതും വരുന്നത് എന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പൊ അതാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തെറ്റ് വരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ആണ് മെക്കാനിക്കൽ മെറ്റീരിയൽസ്. അയൺ, അലൂമിനിയം, കോപ്പർ, സിങ്ക്, ഫെറസ് മെറ്റീരിയൽസ് ആയിട്ടും നോൺ ഫെറസ് മെറ്റൽസ് ആയിട്ടും ഒക്കെ ഇതിനെ കാറ്റഗറി ചെയ്യുന്നുണ്ട്. എന്നാലും ഒരു പ്രധാനപ്പെട്ട 3 ക്ലാസിഫിക്കേഷൻ ആണ് മെറ്റൽ ആൻഡ് അലോയ്സ്. മെറ്റൽസ് ആൻഡ് അലോയ്സിൽ വരുന്നത് സ്റ്റീൽ, കോപ്പർ, അലൂമിനിയം, ബ്രാസ്, ബ്രോൺസ്, ഇൻവാർ, സൂപ്പർ അലോയ്സ് തുടങ്ങിയൊക്കെ അതിൽ വരുന്നു. ഓക്കെ, ഇൻവാർക്ക് എന്തിനു വേണ്ടിയാണ്? ഹൈ പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ്സിലൊക്കെയാണ് യൂസ് ചെയ്യുക അല്ലെ. കൂടുതലും നിക്കല് 36% നിക്കലൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻവാർ സ്റ്റീലൊക്കെ ഉണ്ടാക്കിയെടുക്കുക. ഇനി നെക്സ്റ്റ് ആണ് സിറാമിക്സ് വരുന്നത്. അതിൽ സിലിക്ക, സോഡ, ലൈം, ഗ്ലാസ് തുടങ്ങിയ കാര്യങ്ങൾ അതിൽ വരുന്നു. ഓർഗാനിക് പോളിമേഴ്സ് എന്ന് പറയുന്നതും ഇതിൽ തന്നെ വരുന്നതാണ്. മെക്കാനിക്കൽ മെറ്റീരിയൽസ് വരുന്നതാണ്. പ്ലാസ്റ്റിക്, PVC, പോളിത്തീൻ, നൈലോൺ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അതിൽ വരും. അപ്പൊ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. കാരണം ആ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കി വെക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പ്രോപ്പർട്ടി ദാറ്റ് ഹാൻഡ്നെസ് ബിലോങ്സ്. അപ്പൊ ഇതൊരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ഏരിയ ആണ്. എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ഏരിയ, അതായത് ഇവിടെ നിന്ന് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യേണ്ടതുണ്ട്. അതായത് എന്തൊക്കെയാണ് ഫിസിക്കൽ പ്രോപ്പർട്ടി, എന്തൊക്കെയാണ് കെമിക്കൽ പ്രോപ്പർട്ടി, എന്തൊക്കെയാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ ഹാർഡ്നെസ് ബിലോങ്സ് എന്ന് ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഒബ്വിയസ്ലി നമുക്കൊരു സംശയം വരും, മെക്കാനിക്കൽ ആണോ ഫിസിക്കൽ ആണോ.
ഓക്കെ, ഹാർഡ്നെസ് എന്താണെന്ന് പറഞ്ഞതാണ്. ഹാർഡ്നെസ് എന്താണ്? റെസിസ്റ്റൻസ് ടു അബ്രാഷൻ അല്ലെ? കട്ടിംഗ് ടൂൾ മെറ്റീരിയൽ ഒക്കെ പഠിച്ച സമയത്ത് ലെയ്ത്തിന്റെ ക്ലാസ്സുകളുള്ള സമയത്ത് പറഞ്ഞാണ് ഹാർഡ്നെസ് ചെയ്യുന്നു. ഹാർഡൻ ചെയ്യേണ്ട കാര്യം എന്താണ്? ഒരു കട്ടിംഗ് ടൂൾ കൊണ്ട് നമുക്ക് വേറെ സാധനത്തിന് കട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ അത് ഹാർഡൻ ആയിരിക്കണം. അതിന് കൂടെ എന്ത് ചെയ്യണം? ടെമ്പറിങ് ചെയ്യണം. ടെമ്പറിങ് ചെയ്യുന്നതിനാണ് ഹാർഡ്നെസ് എന്ന് പറയുന്ന ഓപ്പറേഷന് ശേഷം അതിലുണ്ടാവുന്ന വിട്ടിൽ പ്രോപ്പർട്ടി അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ ടെമ്പറിങ് ചെയ്യുന്നത്. നമ്മൾ ജനറൽ ആയിട്ട് നമ്മൾ എന്തിൽ പറഞ്ഞു? നമ്മൾ മെഷീൻ ടൂൾസ് എന്ന് പറയുന്ന സെക്ഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ കാര്യമാണ്. അപ്പൊ എനിവേ ഹാർഡ്നെസ് ബിലോങ്സ് ചെയ്യുന്നത് ഫിസിക്കൽ ആണോ, മെക്കാനിക്കൽ ആണോ, കെമിക്കൽ ആണോ എന്നൊക്കെ അറിയുന്നതിന് മുമ്പ് നമുക്ക് എന്തൊക്കെ അറിയണം? എന്തൊക്കെയാണ് ഇതിന്റെ അണ്ടറിൽ വരുന്നത്? പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ നോക്കാം. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്ന കാര്യങ്ങളാണ് ഒന്ന് ഇലാസ്റ്റിസിറ്റി, പ്ലാസ്റ്റിസിറ്റി, ഹാർഡ്നെസ്, സ്ട്രെങ്ത്. അപ്പൊ ചോദ്യം എന്തായിരുന്നു? ഹാർഡ്നെസ് ആയിരുന്നു ചോദ്യം അല്ലെ? അപ്പൊ എന്താണ്? മെക്കാനിക്കൽ ആണ് കൃത്യമായ ആൻസർ വരെ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത് വായിക്കാണ്ട് പോകാൻ പറ്റില്ല. വായിക്കാണ്ട് പോയി കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട്, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ ഇത് ഫിസിക്കൽ ആണോ മെക്കാനിക്കൽ ആണോ എന്ന് സംശയിച്ചാൽ നമുക്ക് അവിടെ ഒരു 0.33 മിസ്റ്റേക്കിന് അല്ലെങ്കിൽ 1.33 മാർക്ക് റിഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതയാണ് അവിടെ കാണുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും നമുക്കിത് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇലാസ്റ്റിസിറ്റി എന്താണെന്ന് അറിയാം. ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ലോഡ് ആക്ട് ചെയ്തു, അത് ഒഴിവാക്കി നേരെ അതിന്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അത് ഇലാസ്റ്റിക് ആണ്. പുതിയ സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പ്ലാസ്റ്റിസിറ്റി ആണ്. അതുപോലെ തന്നെ ഹാർഡ്നെസ്സും സ്ട്രെങ്ത്തും. സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു റെസിസ്റ്റ് ലോഡ് അല്ലെ? ഓക്കെ, റെസിസ്റ്റ് സ്ട്രെസ് ആണെങ്കിൽ അത് എന്ത് വരുന്നു? റെസിസ്റ്റ് സ്ട്രെസ് ആണെങ്കിൽ സ്റ്റിഫ്നെസ് ആയി. ഓക്കെ, എനിവേ കെമിക്കൽ പ്രോപ്പർട്ടീസ് നോക്കാം. കെമിക്കൽ പ്രോപ്പർട്ടി വലിയ ബുദ്ധിമുട്ടില്ല. കെമിക്കൽ കോമ്പോസിഷൻ, അസിഡിറ്റി, ആൽക്കലിറ്റി, കൊറോഷൻ. അത് ആരും തെറ്റിക്കില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നമുക്ക് വലിയൊരു കൺഫ്യൂഷൻ വരുന്ന ഏരിയ അല്ല. നെക്സ്റ്റ് ആണ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്, റെസിസ്റ്റിവിറ്റി, കണ്ടക്ടിവിറ്റി, ഡൈഇലക്ട്രിക് പ്രോപ്പർട്ടീസ്, സ്ട്രെങ്ത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ആണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്നത്. ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് വരുന്നതാണ് ലൈറ്റ് ട്രാൻസ്മിഷൻ, റിഫ്ലക്ടിവിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തുടങ്ങിയ കാര്യങ്ങൾ. ജസ്റ്റ് നെയിം പറഞ്ഞാൽ മതി, നിങ്ങൾ ഒരുപാട് ഡീപ്പായിട്ടൊന്നും പോകണ്ട. പക്ഷേ അതായത് നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയ ഒക്കെ നമ്മൾ സിവിലാണ് പഠിക്കുന്നത്. മെക്കാനിക്കൽ ടോപ്പിക് അല്ല, സിവിൽ എഞ്ചിനീയറിംഗ് ടോപ്പിക് ആണെന്ന് കൂടെ മനസ്സിലാക്കി വെക്കുക. അതായത് ബിൽഡിംഗ് മെറ്റീരിയൽസ് പഠിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ആണത്. ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ കയറി വരാറുണ്ട്. നെക്സ്റ്റ് ആണ് തെർമൽ പ്രോപ്പർട്ടീസ്, സ്പെസിഫിക് ഹീറ്റ്, തെർമൽ കണ്ടക്ടിവിറ്റി, തെർമൽ എക്സ്പാൻഷൻ തുടങ്ങിയതാണ് തെർമൽ പ്രോപ്പർട്ടീസിൽ വരുന്നത്. നെക്സ്റ്റ് ആണ് ഫിസിക്കൽ പ്രോപ്പർട്ടി. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏരിയ ആണ് ഫിസിക്കൽ പ്രോപ്പർട്ടി. അതിൽ ഫസ്റ്റ് ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് വെയിറ്റ് ഓഫ് എനിത്തിങ്. ഓക്കെ, എനിത്തിങ് ടു ദ സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് വെയിറ്റ് ഓഫ് മെറ്റീരിയൽ പെർ യൂണിറ്റ് വോളിയം. എന്ന് വെച്ചാൽ എന്താണ്? വെയിറ്റ് ഓഫ് മെറ്റീരിയൽ പെർ യൂണിറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ എന്താ സാധനം? സ്പെസിഫിക് വെയിറ്റ് ആണ് അല്ലെ? ടു ദി വെയിറ്റ് ഓഫ് ആൻ ഈക്വൽ വോളിയം ഓഫ് വാട്ടർ അണ്ടർ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ്. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് വാട്ടറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയായി വരുന്നത്? 1 ആയിട്ട് വരുന്നത്. കാരണം അത് എന്തുമായിട്ട് കമ്പയർ ചെയ്യുന്നത്? വെള്ളമായിട്ട് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി 1-ൽ കുറവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ഇറ്റ് വിൽ സിങ്ക് അല്ലെ? അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. ക്ലിയർ? അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. സ്പെസിഫിക് ഗ്രാവിറ്റി 1-ൽ കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്പെസിഫിക് വെയിറ്റ് വാട്ടറിനെക്കാട്ടും കൂടുതലാണ്. അത് വെള്ളത്തിൽ മുങ്ങിപ്പോകും. ഇനി അത് രണ്ട് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ആകുമ്പോൾ എന്തായിരിക്കണം? ഐസും വെള്ളമായിട്ട് കമ്പയർ ചെയ്യാന്ന് വിചാരിക്കാം. ഐസ് എന്ത് ചെയ്യും? അതിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കും അല്ലെ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടത്. സ്പെസിഫിക് ഗ്രാവിറ്റി എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ ഡെൻസിറ്റി ആൻഡ് പോറോസിറ്റി. ഓക്കെ, ഡെൻസിറ്റിയും പോറോസിറ്റിയും കണ്ടുപിടിക്കാനാണ് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. ഓർത്തിരിക്കുക, പോറോസിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് നോക്കിയാൽ മതി? സ്പെസിഫിക് ഗ്രാവിറ്റി നോക്കിയാൽ മതി. ഡെൻസിറ്റി കണ്ടുപിടിക്കാനും നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി അറിയുമെങ്കിൽ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, ഓർത്തിരിക്കുക സ്പെസിഫിക് ഗ്രാവിറ്റി. അതുകൊണ്ട് തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് യൂണിറ്റ് ഉണ്ടാവുമോ? യൂണിറ്റ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ വാട്ടർ എന്തിന്റെയൊക്കെയാണ്? വാട്ടറിന്റെ എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. സ്പെസിഫിക് ഗ്രാവിറ്റി 1-ൽ കുറവാണെങ്കിൽ അത് പൊങ്ങിക്കിടക്കുമെന്നും 1-ൽ കൂടുതലാണെങ്കിൽ അത് വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നു. രണ്ടും ഈക്വൽ ആണെങ്കിൽ അത് ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ ജസ്റ്റ് കറക്റ്റ് സർഫേസ് ലെവലിൽ കിടക്കുമെന്നും ഐസിന് ഓർത്താണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സ്പെസിഫിക് ഗ്രാവിറ്റിയെ കുറിച്ച് നമുക്ക് അറിയേണ്ടതുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ജസ്റ്റ് ഒരു ഫിഗർ കാണിക്കുമ്പോൾ വുഡ്, ഐസ്, അയൺ. വുഡിന്റെ എന്താണ്? സ്പെസിഫിക് ഗ്രാവിറ്റി <1 ആണ്. ഐസും വാട്ടറും സെയിം ആണ്. ഇത് അയൺ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതലാണ്. അപ്പൊ അതിനുണ്ടാവുന്ന വ്യത്യാസങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ആണ് ഡെൻസിറ്റി. ഓക്കെ, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മാസ് ബൈ വോളിയം തന്നെ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലായിരിക്കും അതിന്റെ യൂണിറ്റ് വരിക. അത് വലിയ ഡിഫിക്കൽറ്റി ഉള്ള ഒരു കാര്യമല്ല. നെക്സ്റ്റ് ആണ് ബൾക്ക് ഡെൻസിറ്റി. ബൾക്ക് ഡെൻസിറ്റി ഇതൊരു പ്രശ്നമുള്ള കാര്യമാണ്, അല്ലെങ്കിൽ യൂണിറ്റ് വെയിറ്റ്.
ദ മാസ് പെർ യൂണിറ്റ് വോളിയം ഓഫ് എ മെറ്റീരിയൽ ഓൺ ഇറ്റ്സ് നാച്ചുറൽ സ്റ്റേറ്റ്. അപ്പൊ ഇത് തന്നെയല്ലേ നമ്മൾ ഡെൻസിറ്റിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലല്ലോ ഡെഫിനിഷനിൽ. അപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അണ്ടർലൈൻ ഇട്ടത് മാത്രം നോക്കുക. അപ്പാരന്റ് ഡെൻസിറ്റിയും ബൾബ് ഡെൻസിറ്റിയും തമ്മിലുള്ള വ്യത്യാസത്തിൽ ഈ അണ്ടർലൈൻ സെന്റൻസ് മാത്രം നോക്കുക. അപ്പാരന്റ് ഡെൻസിറ്റിയിൽ എക്സ്ക്ലൂഡിംഗ് ദ വോയിഡ്സ് ഇൻ ദ മെറ്റീരിയൽ ആണ്. ഓക്കെ, നമ്മൾ ആ വോയിഡ്സ് കൺസിഡർ ചെയ്യുന്നില്ല. ബൾബ് ഡെൻസിറ്റിയിൽ ഇൻക്ലൂഡിംഗ് ദ എയർ വോയിഡ്സ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ട് അപ്പാരന്റ് ഡെൻസിറ്റിയും ബൾബ് ഡെൻസിറ്റിയും തമ്മിലുള്ള വ്യത്യാസമുള്ളൂ. ഒന്ന് എക്സ്ക്ലൂഡ് ചെയ്യും, ഒന്ന് ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ ആണല്ലോ, വലിയ ബുദ്ധിമുട്ടില്ലല്ലോ, അത് മാത്രം ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഏരിയ ആണ് കേട്ടോ. ബൾബ് ഡെൻസിറ്റി എന്താണെന്ന് അറിഞ്ഞിരിക്കുക. എന്താണ് ഇത് ചോദ്യം വരിക? ദ മാസ് പെർ യൂണിറ്റ് വോളിയം ഓഫ് എ മെറ്റീരിയൽ ഇൻ ഇറ്റ്സ് നാച്ചുറൽ സ്റ്റേറ്റ്. ഇൻ ഇറ്റ്സ് നാച്ചുറൽ സ്റ്റേറ്റ്. കാരണം എന്താണ് കാര്യം? ഇൻ ഇറ്റ്സ് നാച്ചുറൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിംഗ് ദ എയർ വോയിഡ്സ്. ഇൻക്ലൂഡിംഗ് ദ എയർ വോയിഡ്സ്, അതാണ് നാച്ചുറൽ സ്റ്റേറ്റ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ആണ് പോറോസിറ്റി. ഒരു മെറ്റീരിയൽ പോറസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്യൂമിക് സ്റ്റോൺ ആ കണ്ടിട്ടില്ലേ? പ്യൂമിക് സ്റ്റോൺ സ്ക്രബിങ്ങിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് കാണാല്ലേ പോർസ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഡിഗ്രി ഓഫ് ഇതിനെ ആക്യുറസിനെ പറയുന്നതാണ് പോറോസിറ്റി എന്ന് പറയുന്നത്. ഡിഗ്രി ബൈ വിച്ച് ദ വോളിയം ഓഫ് എ മെറ്റീരിയൽ ഈസ് ഒക്യുപ്പൈഡ് ബൈ ദ പോർസ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ ടേം പോറോസിറ്റി. ഓക്കെ, മോർ പോറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിൽ കൂടെ വോയിഡ്സ് ഒക്കെ ഉണ്ട് എന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, പോറോസിറ്റി അത് ഡിപ്പെൻഡ്സ് ഓൺ ദി നാച്ചർ. നമുക്ക് ചിലപ്പോൾ പോറോസിറ്റി കൂടുതൽ വേണ്ടി വരും, ചിലപ്പോൾ കുറവ് വേണ്ടി വരും. ഓക്കെ, അതുപോലെ തന്നെ സ്ട്രെങ്ത്, ബൾബ് ഡെൻസിറ്റി, ഡ്യൂറബിലിറ്റി, തെർമൽ കണ്ടക്ടിവിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? പോറോസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഓർത്തിരിക്കുക, പോറോസിറ്റി എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ആണ് വാട്ടർ അബ്സോർപ്ഷൻ റേറ്റ്. നമ്മൾ ഈ സ്റ്റോൺ അല്ലെങ്കിൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് വാട്ടർ അബ്സോർപ്ഷൻ ഇത്ര പെർസെന്റേജ് വേണം എന്നൊക്കെ പഠിക്കാറുണ്ട്. അപ്പൊ എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്? ദ വാട്ടർ അബ്സോർപ്ഷൻ ഓഫ് എ മെറ്റീരിയൽ ഇസ് ദ എബിലിറ്റി ടു അബ്സോർബ് ആൻഡ് റിട്ടൈൻ വാട്ടർ. അത് അബ്സോർബ് ചെയ്യാനും അതിൽ റിറ്റൈൻ ചെയ്യാനുമുള്ള കഴിവിനെ നമുക്ക് എന്ത് പറയാം? വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയാം. വലിയ ബുദ്ധിമുട്ടൊന്നുള്ള കാര്യമല്ല. സ്റ്റോണിനും ബ്രിക്കിനും ഒക്കെ നമ്മൾ പഠിക്കുന്നവരാണ്. ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക്, സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് എന്നൊക്കെ പഠിക്കുന്നല്ലേ? ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ അതിൽ കാര്യങ്ങൾ. നെക്സ്റ്റ് ആണ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്, ഹൈഡ്രോസ്കോപ്പിസിറ്റി. ഓക്കെ, ഇത് ചിലപ്പോൾ ചിലരൊക്കെ വിട്ട് കളഞ്ഞ ഒരു പോയിന്റ് ആയിരിക്കും. ബാക്കി എല്ലാ പോയിന്റും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. നമുക്ക് ഞാനിപ്പോ പറയുമ്പോഴൊക്കെ ബോറടിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞതൊക്കെ. ഇനിയുള്ള പോയിന്റ് ആണ് ഹൈഡ്രോസ്കോപ്പിസിറ്റി. Okay, it is a property of a material to absorb water vapor from air. Similar to ഓർത്തിരിക്കുക, ഉപ്പ്, പഞ്ചസാര. ഓക്കെ, ഇതൊക്കെ നമ്മൾ അറ്റ്മോസ്ഫിയറിൽ വെറുതെ വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് വെറുതെ അറ്റ്മോസ്ഫിയറിൽ വെറുതെ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? It will absorb water from the air. That is called hydroscopicity. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കാലോ അല്ലെ? ഏറ്റവും സിമ്പിൾ ഞാൻ പറയണേ, സാൾട്ട് ഓർത്താൽ മതി. സാൾട്ട് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമുക്ക് ഹൈഡ്രോസ്കോപ്പിസിറ്റി ഓർത്തിരിക്കാം. കാരണം ഈ വാക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള വാക്കായതുകൊണ്ട് അല്ലെ, പ്രൊനൗൺസ് ചെയ്യാൻ എഴുതാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട്, ഓർത്തിരിക്കാനും ബുദ്ധിമുട്ടായതുകൊണ്ട് എന്തറിഞ്ഞാൽ മതി? ഹൈഡ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹൈഗ്രോ അല്ലെ? ഹൈഡ്രോ വെള്ളവുമായി ബന്ധപ്പെട്ട എന്തോ സംഭവം മനസ്സിലായി. ഓക്കെ, ഹൈ തുടങ്ങിയതായതുകൊണ്ട് ഹൈഡ്രോളിക്സ് പഠിച്ചാണല്ലോ. അപ്പൊ ഹൈഗ്രോസ്കോപ്പിസിറ്റി ആയിട്ട് ഫസ്റ്റ് എന്തോ വെള്ളവുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് ഓർത്തിരുന്നു. അബ്സോർബ് വാട്ടർ ആണ്, ഫ്രം ദി എയർ ആണ്. പിന്നെ ഈ ഇങ്ങനെ ഒരു ഡിഫിക്കൽറ്റി പേരിൽ ഉള്ളത് കൊണ്ട് തന്നെ 4 ഓപ്ഷൻസിൽ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഓക്കെ ആണല്ലോ. നമ്മുടെ ഉദ്ദേശം ഇതൊരു എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു പരീക്ഷ എഴുതുമെന്നല്ല. 4 ഓപ്ഷൻസ് നമുക്ക് എന്താ നമ്മുടെ മുമ്പിലുണ്ട്, അതിൽ കൃത്യമായ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റിയാൽ മതി അല്ലെ? അപ്പൊ അതിനുള്ള സ്റ്റഡി നമ്മൾ കൃത്യമായി നടത്തുക. അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി? പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്ക്ഔട്ട് ചെയ്താൽ മതി. നെക്സ്റ്റ്, ടിമ്പർ ഇസ് എ ഹൈഡ്രോസ്കോപ്പിക്കലി മെറ്റീരിയൽ. ഇത് അറിഞ്ഞിരിക്കുക. താഴെ പറയുന്നതിൽ ഹൈഡ്രോസ്കോപ്പിസിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽ ഏതാണെന്നൊരു ചോദ്യം വരുന്നു. അതിൽ കുറെ ഓപ്ഷൻസ് വരുന്നു. അതിൽ ടിമ്പർ ഉണ്ട്. എന്തായിരിക്കും ആൻസർ? ടിമ്പർ ഇസ് റൈറ്റ് വൺ. ഓക്കെ, ഓർത്തിരിക്കുക. ദ മോസ്റ്റ് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ഏരിയ ആണ് ഹൈഡ്രോസ്കോപ്പിസിറ്റി എന്ന് പറയുന്ന ഏരിയ. ഓർത്തിരിക്കുക. നെക്സ്റ്റ് ആണ് പെർമബിലിറ്റി. പെർമബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ കപ്പാസിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു പെർമിറ്റ് വാട്ടർ ടു പാസ് ത്രൂ ഇറ്റ് അണ്ടർ പ്രഷർ. ഓക്കെ, സോയിൽസിന്റെ കേസിലൊക്കെയാണ് ഇതൊരു ഇമ്പോർട്ടന്റ് കേസായിട്ട് വരുന്നത്. പെർമബിലിറ്റി ഓർത്തിരിക്കുക. ഇത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും. നെക്സ്റ്റ് ആണ് ഫയർ റെസിസ്റ്റൻസ്. ഫയർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊന്നുമില്ല, നമുക്കൊരു ബിൽഡിംഗ് മെറ്റീരിയൽ ഉണ്ട്. ആ ബിൽഡിംഗ് മെറ്റീരിയലിന് ഹൈ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം? റെസിസ്റ്റ് ചെയ്യണം വിത്തൗട്ട് ലോസിംഗ് ദ ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി. അതാണ് ഓർത്തിരിക്കേണ്ടത്. വിത്തൗട്ട് ലോസിംഗ് ദ ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി എന്നുള്ള ടേം ഓർത്തിരിക്കുക. ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂറബിൾ ആയിരിക്കണം അല്ലെ? ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ഇറ്റ് ഷുഡ് ബി ഡ്യൂറബിൾ. ഡ്യൂറബിലിറ്റി ദ റെസിസ്റ്റൻസ് ഓഫ് മെറ്റീരിയൽ ടു ഡിസ്ട്രക്ഷൻ ബൈ നാച്ചുറൽ ഏജൻസീസ്. ഓക്കെ, ഒരു നാച്ചുറൽ ഏജൻസി കാരണം ഡിസ്ട്രക്ഷൻ ആവാതിരിക്കാനുള്ള അതിന്റെ ഒരു കപ്പാസിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അധികം വലിയ കാര്യങ്ങളൊന്നുമില്ല. എന്നാലും 2-3 ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. What is the name of the term that is defined as the mass of material per unit volume? എന്തായിരിക്കും?
മാസ് ഓഫ് മെറ്റീരിയൽ പെർ യൂണിറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓപ്ഷൻ എ ഡെൻസിറ്റി, ഓപ്ഷൻ ബി ഡ്യൂറബിലിറ്റി, ഓപ്ഷൻ സി സ്പെസിഫിക് ഗ്രാവിറ്റി, ഓപ്ഷൻ ഡി ഹൈഡ്രോസ്റ്റാറ്റിക് കപ്പാസിറ്റി. ഏതായിരിക്കും? മാസ് ബൈ വോളിയം, ഡെൻസിറ്റി അല്ലെ? മാസ് ബൈ വോളിയം, വേറെ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഡെൻസിറ്റി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോ നമ്മൾ എപ്പോഴും പുതിയൊരു കാര്യം, നമ്മൾ ഓരോ ക്ലാസ്സിൽ നമ്മൾ ചെറുതാങ്കിലും ഒരു പുതിയ കാര്യം നമ്മൾ കേൾക്കുന്നുണ്ടോ, ആ പുതിയ കാര്യം കൃത്യമായി തന്നെ നോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പ്രോപ്പർട്ടി ദാറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ ടു അലോ വാട്ടർ ടു പാസ് ത്രൂ ഇറ്റ്സ് അണ്ടർ പ്രഷർ? Porosity, permeability, hygroscopicity, water absorption. Capacity of material to allow water to pass. Allow water to pass through under pressure. ഒരിക്കലും ഇവിടെ എന്തല്ല വരുന്നത്, റിറ്റെയിൻ ചെയ്യുന്ന കാര്യം എന്നല്ല പറയുന്നത്. വാട്ടർ അബ്സോർപ്ഷൻ പറ്റില്ല അല്ലെ? ഇപ്പോൾ ഓരോ പോയിന്റ് നമ്മൾ ഓർത്തിരിക്കുക. അലോ വാട്ടർ ടു പാസ് ത്രൂ ഇറ്റ്സ് അണ്ടർ പ്രഷർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ എന്താണ്? പെർമബിലിറ്റി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the name of the term that is the resistance of material to destruction by natural agencies? Density, porosity, durability, permeability. Okay, അപ്പോൾ ഏതായിരിക്കും? Durability is the right answer. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എല്ലാവർക്കും ആൻസർ ചെയ്യാവുന്നതാണ്. Durability is the right one. അപ്പോ നമ്മൾ ഓർത്തിരിക്കുക, ഇപ്പൊ ഈ 3 ക്വസ്റ്റ്യൻ, നമ്മൾ ഏകദേശം 5 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറഞ്ഞത്. 5 മുമ്പ് നടന്നതും നടക്കാതിരിക്കുന്നതുമായ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നതുകൊണ്ട് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതുമായി ബന്ധപ്പെട്ട ഹൈഡ്രോസ്കോപ്പിസിറ്റി അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. അതൊക്കെ നമുക്ക് എന്ത് വരാം? ക്വസ്റ്റ്യൻ ആയിട്ട് കയറി വരാം. ഓക്കെ, അപ്പോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബിൽഡിംഗ് സ്റ്റോണിനെ കുറിച്ചായിരിക്കും പഠിക്കാം. ബിൽഡിംഗ് സ്റ്റോണിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളും വരാനുള്ള ചോദ്യങ്ങളും, മീൻസ് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്തു പോകും. അപ്പോൾ പറയാനുള്ളത്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ പോലും നമ്മൾ എന്ത് ചെയ്യരുത്? സ്കിപ്പ് ചെയ്യരുത്. ആ ക്വസ്റ്റ്യൻ ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കൃത്യമായ ആൻസർ ചെയ്യാൻ പറ്റണമെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ മെല്ലെ മൈൻഡ് ചെയ്യാണ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഇന്ന് ക്ലാസ് മെല്ലെ മൈൻഡ് ചെയ്യാം അല്ലെ? അപ്പൊ എന്തൊക്കെ നമ്മൾ പഠിച്ചു? ഫസ്റ്റ് പഠിച്ച എന്താ? ക്ലാസിഫിക്കേഷൻ മെറ്റീരിയൽ പഠിച്ചു. ആ മെറ്റീരിയൽ പഠിച്ച സമയത്ത് സിവിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പഠിച്ചേ? പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് പഠിച്ചു. അത് നമുക്ക് ഫിസിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഓരോന്ന് എന്തൊക്കെ വരും, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ ഏറ്റവും കൂടുതൽ നമ്മൾ കൃത്യമായി പഠിക്കേണ്ട കുറച്ച് കാര്യമാണ് ഫിസിക്കൽ പ്രോപ്പർട്ടി. ഫിസിക്കൽ പ്രോപ്പർട്ടി വരുന്നത് ഏതൊക്കെയാണ്? സ്പെസിഫിക് ഗ്രാവിറ്റി വരുന്നുണ്ട്, ഡെൻസിറ്റി വരുന്നുണ്ട്, ബൾക്ക് ഡെൻസിറ്റി വരുന്നുണ്ട്, അപ്പാരന്റ് ഡെൻസിറ്റി ആൻഡ് ബൾക്ക് ഡെൻസിറ്റി. ഓക്കെ, അതുപോലെ തന്നെ പോറോസിറ്റി, വാട്ടർ അബ്സോർപ്ഷൻ, ഹൈഡ്രോസ്കോപ്പിസിറ്റി, പെർമബിലിറ്റി, ഫയർ റെസിസ്റ്റൻസ്, ഡ്യൂറബിലിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്തിൽ വരുന്നതാണ്? അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ വരുന്നതാണ്. അപ്പൊ നമുക്ക് ഈ പറയുന്ന ഏതെങ്കിലും ഒന്ന് എന്തിന്റെ കാറ്റഗറിയിൽ വന്നതാണെന്ന് ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കുന്നതിന് നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻ നമ്മുടെ PSC വരാൻ സാധ്യതയുണ്ട് എന്ന മൈൻഡിലായിരിക്കണം നമ്മൾ ഓരോന്നും പഠിക്കേണ്ടത്. ഓക്കെ, അല്ലാണ്ട് നമ്മൾ വെറുതെ വായിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ ഈസിയാണ്, വളരെ ഈസിയാണ്. കാരണം നമ്മൾ എപ്പോഴും രണ്ട് ഓപ്ഷൻസിൽ കൊണ്ടെത്തിക്കും PSC സ്ഥിരമായിട്ട്. ആ രണ്ടിൽ ഏതാണെന്ന് കൃത്യമായി മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്നറിയോ? റിവിഷൻ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് റിവിഷൻ ക്ലാസ്സസ് വെക്കുന്നത്. അതുകൊണ്ട് മാക്സിമം എല്ലാ ക്ലാസ്സുകളും, റിവിഷൻ ക്ലാസ്സുകളും കൃത്യമായി തന്നെ അറ്റൻഡ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും തൽക്കാലം ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.